ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഖത്തുബസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ്, പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് കരിയർ അനാലിസിസ് പോലെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കരിയറിൽ സക്സസ് നേടിത്തരാനായിട്ട് സാധിക്കുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണ്, അതുപോലെ നിങ്ങളുടെ കരിയറിൽ ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് നിൽക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, അത് എങ്ങനെ നമുക്ക് മറികടക്കാം, അതുപോലെ തന്നെ ഏതൊരു സമയത്തായിരിക്കും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ ഉള്ളത്. അതിനായിട്ട് നമ്മളിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കാർഡ് പിക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു ജെന്റിൽനെസ് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 ഫോക്സ് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 റാബിറ്റ് സ്പിരിറ്റ്. ഗ്രൂപ്പ് നമ്പർ 3 ബഫലോ സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്പർ 27, 49 ആൻഡ് നമ്പർ 10. നിങ്ങൾക്ക് ഈ നമ്പർ അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഫോക്സ് സ്പിരിറ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സക്സസ് നേടിത്തരാൻ സാധിക്കുന്ന ഫീൽഡ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ കരിയർ ഫീൽഡിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ 10th ഹൗസ് ആസ്ട്രോളജിയിൽ, നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ നിങ്ങളുടെ 10th ഹൗസ് ആൻഡ് 10th ഹൗസ് ലോർഡ്, അതിൻ്റെ ഒരു പ്ലേസ്മെന്റ്, അത് ഏതൊക്കെ പ്ലാനറ്റ്സുമായിട്ട് കൺജക്റ്റഡ് ആണ്, ഏതൊക്കെ പ്ലാനറ്റ്സ് ആണ് നിങ്ങളുടെ 10th ഹൗസിലേക്ക് ആസ്പെക്ട് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ സൺ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബർത്ത് ചാർട്ടിൽ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള കരിയർ റീഡിംഗ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ ടാരോ ഗൈഡൻസിൽ കൂടി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, എങ്കിലും നിങ്ങൾക്ക് ഒരു 70-75% റെസനേറ്റ് ആവുന്നതാണ്. ആൻഡ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ കരിയർ ഫീൽഡുകൾ ഏതൊക്കെയാണ്, സക്സസ് കൊണ്ടുതരാൻ സാധിക്കുന്ന ഫീൽഡ്സ് ഏതൊക്കെയാണ്? 3 ഓഫ് ഇൻസ്പിറേഷൻ, 5 ഓഫ് ഇൻസ്പിറേഷൻ, ഏസ് ഓഫ് വോയിസസ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഒബ്സ്റ്റക്കിൾസ് ആണ് നിങ്ങളുടെ ജോബിൻ്റെ ഒരു പ്രോഗ്രസ്സിനുള്ളത്? സ്ട്രെങ്ത്. ഓക്കെ, ഏതൊരു സമയത്ത് നിങ്ങൾക്കൊരു സക്സസ് പ്രതീക്ഷിക്കാം? നമുക്ക് നോക്കാം. ദ വീൽ വന്നിട്ടുണ്ട് ആൻഡ് ബോട്ടം ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സിൽ സോഡിയാക് സൈൻസ് ഏതാണ് എന്ന് പറഞ്ഞാൽ ഏറിസ്, ലിയോ ആൻഡ് ലിബ്ര. ഈ 3 സോഡിയാക് സൈൻസ് ആണ്. അതിന്റെ സോഡിയാക് സൈൻ ഇതാണ് എന്നല്ല. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കാപ്രിക്കോൺ ബോൺ ആയിരിക്കാം, നിങ്ങളുടെ സൺ സൈൻ, നിങ്ങളുടെ സോഡിയാക് സൈൻ പൈസസ് ആയിരിക്കാം, സജിറ്റേറിയസ് ആയിരിക്കാം, ഏതുമായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ കരിയറിനെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് ഏറിസ്, ലിയോ ആൻഡ് ലിബ്ര ആണ്. അതായത് ഒരു ഫയർ എനർജി, അതുപോലെ തന്നെ ഒരു ബാലൻസിങ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാലൻസ് ആണ്, ഒരു മിക്സ് ഓഫ് എനർജിയാണ്. അതായത് നമ്മൾക്ക് വളരെയധികം ബാലൻസ് ഉണ്ട്, അതായത് വളരെയധികം പാഷൻ ഉണ്ട്, ഫയർ ഉണ്ട്. അതോടൊപ്പം ആ ഒരു ഫയറിനെ നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ബാലൻസും ഉണ്ട്. പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ബാലൻസ് തിരിച്ചറിയുന്നില്ല, നിങ്ങളുടെ ഈ പാഷനും നിങ്ങൾ തിരിച്ചറിയുന്നില്ല. മാർസ്, സാറ്റേൺ, സൺ, വീനസ് ഇതൊക്കെയാണ് നിങ്ങളുടെ
കരിയറിന് ഫേവറബിൾ ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന പ്ലാനറ്ററി എനർജി എന്ന് പറയുന്നത്. മാഴ്സ് എന്ന് പറയുമ്പോൾ ഫിയേഴ്സ് എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കൊണ്ട് അധ്വാനിക്കേണ്ടതായിട്ടുള്ള ജോലികളായിരിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡാൻസർ ആയിരിക്കും, ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ വർക്ക്ഔട്ട്സ്, ബോഡി വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരു ട്രെയിനർ ആയിരിക്കാം, ജിം ട്രെയിനർ, കോച്ച് ഒക്കെ ആയിരിക്കാം, അല്ലെ ഒരു സ്പോർട്സ് ഫീൽഡിലുള്ള ഒരു കോച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമി സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന, റിയൽ എസ്റ്റേറ്റുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, ഡീൽ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ മെറ്റലുമായിട്ട് ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഫീൽഡുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് സക്സസ് കൊണ്ടുതരുന്ന ഫീൽഡുകളാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രൊഫൈല്, ഒരു ഗവൺമെന്റ് ജോബ് ഒക്കെ ലഭിക്കാനായിട്ടുള്ള ഒരു ബാലൻസ് ഉള്ള വ്യക്തികളാണ്. ആ ഒരു എനർജി നിങ്ങളിൽ ഉള്ള വ്യക്തികളാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിലും വർക്ക് ചെയ്യാനായിട്ട്, അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫാഷൻ ഇൻഡസ്ട്രി, ജ്വല്ലറി, ജെം സ്റ്റോൺ, വെളുത്ത പ്രൊഡക്ട്സ്, വൈറ്റ് കളറുള്ള പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ഇൻഡസ്ട്രി, അത് ഇങ്ങേയറ്റം ഫ്ലവർ പ്രൊഡക്ഷൻ ആകാം, ഫ്ലവേഴ്സ് ആകാം, എന്താ വൈറ്റ് കളറിലുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെതർ ഗുഡ്സ്, അതുപോലെ ഷൂസ്, സ്ലിപ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട്, വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ളത്, റെയിൽവേ, ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധമുള്ള തരത്തിലുള്ള ജോബ് ഫീൽഡ്സ്, ബന്ധമുള്ള ജോലികളിൽ, അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രികളിൽ അല്ലെങ്കിൽ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കരിയറിനൊരു സക്സസ് നേടി തരുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നിങ്ങളുടെ സക്സസ്സിന് തടസ്സം നിൽക്കുന്ന മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികമായി നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ്. അതായത് കൺഫ്യൂഷൻസ് ആണ് നിങ്ങൾക്ക് എപ്പോഴും. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ കൊടുക്കുന്നില്ല, മനസ്സർപ്പിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ. എന്തിനൊക്കെയോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾക്ക് പ്രസന്റിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആയി ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട ജോലികൾ നിങ്ങൾ ചെയ്യാത്തൊരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഇൻറ്റ്യൂട്ടീവ് പവർ ഉള്ള വ്യക്തികളാണ്, പക്ഷെ ആ ഇൻറ്റ്യൂഷനെ ഒന്നും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും, ഒരു വിൽ പവർ, ഒരു ഡിറ്റർമിനേഷൻ. അതിന് നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യണം. വ്യക്തമായ ഗോൾസ്, വ്യക്തമായ ലക്ഷ്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഒരു കരിയറിലുള്ള ഒരു ലക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ എത്തേണ്ടതായിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാനായിട്ടൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സമയമാണ്. അത്രയും ക്ലാരിറ്റി നിങ്ങൾക്ക് കരിയറിനെ കുറിച്ച് ഉണ്ടാകേണ്ട ഒരു സമയവും കൂടാണ്. ഈ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങളുടെ ടൈം ആൻഡ് ഫോക്കസ് ആൻഡ് എനർജി നിങ്ങളുടെ കരിയറിൽ കൊടുക്കണം. നിങ്ങൾ ആ കരിയറിൽ വേണ്ട എനർജിയും എഫേർട്ടും നിങ്ങളിപ്പോൾ കൊടുക്കാത്തത് മാത്രമാണ് നിങ്ങളുടെ സക്സസ്സിന് ഒരു തടസ്സം നിൽക്കുന്നത്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് ഫോർച്യൂൺ ഇസ് ഫേവറബിൾ നിങ്ങൾക്ക് ഈ ഒരു സമയം. കാരണം നമുക്കിവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. സോ യു ഡിസേർവ് എ കരിയർ സക്സസ്. നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഫീൽഡ് ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കേണ്ട സമയമാണ്. പക്ഷെ ആ സ്റ്റെബിലിറ്റിയും നിങ്ങളും തമ്മിൽ ഏറെ ദൂരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കുറവുള്ളത് കൊണ്ടാണ്. എനിക്കിത് പറ്റുമോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അത്രയധികമായിട്ട് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അതിലേക്ക് പരിശ്രമിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു വേണം എന്ന് തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾ വേണം എന്ന് തോന്നുന്ന ഒരു ഫീൽഡിലേക്ക് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കരിയർ, അങ്ങനെ ഒരു പ്രൊഫഷൻ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇവിടെ നിങ്ങൾക്ക് ഫോക്സ് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്പേഴ്സ് 9, ദാറ്റ് ഇസ് അഗെയിൻ ഷോയിങ് യുവർ ലക്ക് അറ്റ് ദിസ് മൊമെന്റ്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള പഠനങ്ങൾ, ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, നിങ്ങളുടെ കരിയറിന് വേണ്ടതായിട്ടുള്ള അപ്ഗ്രഡേഷൻസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് വരുമ്പോൾ അവരത് പഠിക്കുക, സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഇപ്പോൾ വളരെ അധികമായിട്ട് ഒരു അപ്ഗ്രഡേഷൻ നിങ്ങളുടെ കരിയറിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്, അനിവാര്യമാണ്. ആൻഡ് തിങ്ക് ഓൺ യുവർ ഫീറ്റ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ പേടിച്ച് ഭയന്ന് പുറകോട്ട് മാറിയിരിക്കാനുള്ള സമയമല്ല. ഈ സമയം എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്, സ്മാർട്ടായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള സമയമാണ്. ഫോക്സ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ആനിമലാണ് ഫോക്സ്. ഒരു മടിയും അലസതയും ഇല്ലാതെ അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ഏത് കുശാഗ്ര ബുദ്ധിയും ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. അതുപോലെ നിങ്ങളുടെ സർക്കംസ്റ്റാൻസസിനെ കുറിച്ച് അവെയർ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും സാഹചര്യത്തെയും പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യം. അതിന് നിങ്ങൾ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറയില്ല, നമ്മൾ ക്ലീഷ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങി നിന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് വേണം നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ചേർന്ന് കോ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. അതായത് ക്ലെവർ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക, ഡീൽ ചെയ്യുക. കരിയറിൽ നിങ്ങൾ ആ ഒരു ക്ലെവർനെസ് ആണ് നിങ്ങളിപ്പോൾ നേടിയെടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പക്ഷേ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗെയിംസ് കളിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഓരോ കളികൾ കളിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല ഓപ്പർച്യൂണിറ്റികളെയും ഇല്ലാതാക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ഹോണസ്റ്റി ഇല്ലാതെ ബിഹേവ് ചെയ്യുന്ന ഒരു എനർജി, അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റഡ് ആക്കുകയാണ്. അതായത് നിങ്ങൾക്ക് വർക്ക് സ്പേസുകളിൽ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായി വരുന്നു, അതല്ലെങ്കിൽ കൊളാബറേഷൻസ് ഉണ്ടായി വരുന്നു. അവിടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഇന്റിമസി, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ഫേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫേക്ക് ഫേസ് നിങ്ങൾക്കൊരു ഐസൊലേഷനെ തരുള്ളൂ. റിയൽ കണക്ഷനുകളിൽ നിന്നും അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തപ്പെടുകയേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതല്ലാതെ നിങ്ങൾക്കതൊരു ഗുണം ഒരു തരത്തിലും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ സാഹചര്യം കാണുന്നതിലും നിങ്ങൾക്ക് ഒരുപാട് ട്രിക്കിയർ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ആ സാഹചര്യത്തിന് നിങ്ങൾ ഭയന്ന് നിന്നുകൊണ്ട് പിന്മാറാതെ അതിനെ നിന്ന് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റോ ഫെയിലിയർ പറ്റോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഐഡിയാസ്, ആശയങ്ങൾ, ഇതൊന്നും നിങ്ങൾ പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ആ റിസ്ക് എടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ സാഹചര്യങ്ങളെ നിങ്ങൾ ക്ലെവറായിട്ട് അതിജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നേടിത്തരും, നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച നേടിത്തരും എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിറ്റുവേഷൻ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഓവർ തിങ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആക്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ടൈം ഫേവറബിൾ ആണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷൻസിനും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്ന ഒരു എനർജി ആണ് ഇവിടെ ഉള്ളത്. യെസ്, സോ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻസും ഡിഫിക്കൾട്ട് സ്റ്റേജസ് എല്ലാം കരിയറിലെ അവസാനിക്കുന്ന ഒരു സമയം തന്നെയാണ്. ലക്ക് ഇസ് ഇൻ യുവർ ഫേവർ. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. ദാറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ യുവർ ടൈം. നമുക്ക്
ഇനി ഗ്രൂപ്പ് നമ്പർ 2 റാബിറ്റ് സ്പിരിറ്റ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. യെസ്, ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇതൊരു 75% റെസനേറ്റ് ആവുന്നതാണ്. എങ്കിലും നമ്മൾ കരിയർ റീഡിംഗ് സ്പെസിഫിക്കലി ഇൻഡിവിജ്വലി ചെയ്യുന്ന സമയത്ത്, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള റീഡിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട്സ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ 10th ഹൗസ് ലോഡ്, അവരുടെ പ്ലേസ്മെന്റ്, അതിൻ്റെ കൺജങ്ഷൻസ്, 10th ഹൗസിലേക്കുള്ള ആസ്പെക്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സണ്ണിന്റെ പൊസിഷൻ, ബർത്ത് ചാർട്ടിൽ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ മിനിമം കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. അതുപോലെ D10 ചാർട്ട്, ഇതൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ഒരു കരിയർ പെർസ്പെക്റ്റീവ്സ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ഇന്ന് ടാരോ ഗൈഡൻസ് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറെക്കുറെ റെസനേറ്റ് ആവുന്നതാണ്. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുതരാൻ പോകുന്ന കരിയർ ഫീൽഡുകൾ ഏതൊക്കെയാണ്, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സക്സസിലേക്കുള്ള ഒബ്സ്റ്റക്കിൾസ്, അതിനെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാം, നിങ്ങൾക്ക് ആ ഒരു സക്സസ് ഏതൊരു സമയം പ്രതീക്ഷിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ കരിയർ ഫീൽഡുകൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The suitable career fields for you. Full card, the strength, okay, and 3 of voices വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് എന്താണ്, എങ്ങനെ മറികടക്കാം, ആൻഡ് ഏതൊരു സമയം നിങ്ങൾക്ക് ആ ഒരു സക്സസ് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ ടവർ കാർഡ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഉള്ള സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കരിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് പൈസസ്, ലിയോ ആൻഡ് ലിബ്രയാണ് ഉള്ളത്. ഇത് നിങ്ങളുടെ ബർത്ത് സോഡിയാക്സ് അല്ല, നിങ്ങളുടെ സൺ സൈൻ അല്ല നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾ മേ ബി ഒരു ടോറസ് ബോൺ ആയിരിക്കാം, അതല്ലെങ്കിൽ സാജിറ്റേറിയസ് ബോൺ ആയിരിക്കാം, വാട്ട് എവർ. പക്ഷെ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയാക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ, സൺ, സാറ്റേൺ ആൻഡ് വീനസ് ആണ്. ഓക്കെ, യെസ്. ഇവിടെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കരിയർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സൈക്കോളജി, കൺസൾട്ടിങ്, അങ്ങനത്തെ സർവീസസ്, അതുപോലെ വീനസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കരിയർ ഫീൽഡുകൾ, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗുഡ്സ്, അതുപോലെ എസ്പെഷ്യലി നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ലിബ്ര ഇസ് ഓൾസോ എ ബാലൻസ് ആൻഡ് ജൂപ്പിറ്റർ, പൈസസ് ആർ ഓൾ ലോ റിലേറ്റഡ്. അതുപോലെ നിങ്ങൾക്ക് അബ്രോഡ് വർക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കടലിൽ കടന്നു പോകാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഗ്രൂപ്പ് നമ്പർ 2. ഓൾസോ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്മിനിസ്ട്രേഷൻ പ്രൊഫൈൽസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാൻ, ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന വ്യക്തികളാണ്. ഒരു അതോറിറ്റിയിൽ നിങ്ങൾ ഒരു കരിയർ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയുള്ള ആളാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നൊരു സമയം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്കുകൾ എടുക്കാൻ ഭയം. പക്ഷെ നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഇവിടെ നമുക്ക് ചില വ്യക്തികൾക്ക് ഒരു ഡോക്ടർ പ്രൊഫഷൻ, ഒരു സർജൻ, അത്രയും ഒക്കെ ഒരു പ്രൊഫഷൻ ആവശ്യമാണ്. അതായത് അത്രയും കോൺസെൻട്രേഷനും ഡെഡിക്കേഷനും ആവശ്യമായിട്ടുള്ള പ്രൊഫഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഹീലിംഗ് പവർ ഉള്ള വ്യക്തികളാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ. അതിനാദ്യം നിങ്ങൾ ഹീലാകേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ ഹീലായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങേറ്റം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുക. നിങ്ങളുടെ ഒരു ഹീലിംഗ് പവർ നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് ഒക്കെ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ആക്കി കൊടുക്കാൻ സാധിക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കരിയർ ഫീൽഡുകൾ നിങ്ങൾക്ക് പറ്റുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളെടുത്ത് കളയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി, ഒരു വിൽ പവർ, ഒരു ഡിറ്റർമിനേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. കൃത്യമായി ഗോൾ സെറ്റിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് മാജീഷ്യൻ എനർജിയാണ്.
നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾ കരിയറിൽ ഒരു സക്സസ് നേടിയെടുക്കാൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ഒഴുക്കിനൊത്ത് അങ്ങ് പോവാണ്. ഇതാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് അത് അങ്ങനെ പോട്ടെ എന്നുള്ള ഒരു രീതിയിൽ. കരിയറിൽ നിങ്ങൾക്ക് ഏത് ലെവലിലാണ് എത്തേണ്ടത്, ഞാൻ എന്ത് കോമ്പറ്റീഷനാണ് വിൻ ചെയ്യേണ്ടത്. അതായത് നമ്മൾ കരിയറിൽ എനിക്ക് ഇന്ന ഒരു ലക്ഷ്യമുണ്ട്, ആ ഒരു ലക്ഷ്യമാണ് ഇപ്പൊ നേടിയെടുക്കേണ്ടത്. ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ലക്ഷ്യം ഇടുക. ഇത് നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ കൊടുക്കുന്ന ഒരു ലക്ഷ്യമല്ല, അല്ലെങ്കിൽ ഇത് ഒരു ഔട്ട്വേർഡ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ലക്ഷ്യമല്ല. ഇത് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു ടാർഗറ്റ് ആണ്. ഒരു എൻട്രി ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു മിഡ് ലെവൽ മാനേജ്മെന്റിൽ എത്തുക എന്നുള്ളതായിരിക്കും അവന്റെ ഒരു 2 വർഷത്തിനുള്ളിലുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. അവൻ ആ ഒരു മിഡ് ലെവൽ മാനേജ്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത ഗോൾ സെറ്റ് ചെയ്യാണ്, അവൻ ഏറ്റവും ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ എത്തണം. ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അവൻ അടുത്തൊരു 5 വർഷത്തേക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു ഗോള്, നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു സെയിൽസ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് പോലെ വീക്ക്ലി ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ്, ഇയർലി ടാർഗറ്റ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ സ്വയം ടാർഗറ്റ്സ് കൊടുക്കേണ്ടതാണ്. അത് ഒരു തരത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റായി നിങ്ങൾക്ക് വരും എന്നുള്ള എനർജിയാണ്. കാരണം നിങ്ങൾക്ക് വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ഉള്ള ഒരു എനർജി ടവർ മൊമെന്റ് ആണുള്ളത്. ആൻഡ് ഓൾസോ ഹാങ്ഡ് മാൻ. ഇവിടെ ഈ കാർഡ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ കരിയറിൽ ഒരു തകർച്ചയിൽ നിന്നും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഹാങ്ഡ് മാൻ കാണിക്കുന്നത് നിങ്ങളുടെ സ്റ്റക്നെസ്സിനെ തന്നെയാണ്. നിങ്ങൾ സ്റ്റക്കാണ്, പക്ഷെ നിങ്ങൾ ഈ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് ജോബ് അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ സ്ഥിരമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ജോലി ചെയ്തിരിക്കേണ്ട വ്യക്തിയാണോ? എൻ്റെ ടാലന്റ് എന്താണ്, എൻ്റെ പാഷൻ എന്താണ്, എൻ്റെ പേഴ്സ്പെക്റ്റീവ് മറ്റുള്ള വ്യക്തികളിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ് എന്ന് എനിക്ക് ലോകത്തിന് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സമയം ആലോചിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു ഹാങ്ഡ് ന്യൂസ് വരുന്ന സമയത്തും ഈ തല കീഴായി നിന്നുകൊണ്ടാണ് ഈ വ്യക്തി ഈ ലോകത്തിനെ കാണുന്നത്. അത് മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവാണ്. ഈ ഡിഫറൻസ് ഓഫ് പേഴ്സ്പെക്റ്റീവും ചില സമയത്ത് പല കാര്യങ്ങൾക്കും ആവശ്യമാണ്. എല്ലാവരും ഒരേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ റിസൾട്ട് ആണ് കിട്ടുക, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കുമ്പോഴാണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് നിങ്ങൾ. അത് നിങ്ങൾ തിരിച്ചറിയണം. അതല്ലാതെ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്, അതിവിടെ ആവശ്യമില്ല എന്നല്ല. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്, അതിനാണ് വാല്യൂ ഉള്ളത്. അത് ബാക്കിയുള്ളവർക്കില്ല. അത് അവർക്ക് ആ വാല്യൂ പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് റാബിറ്റ് എനർജി നമ്പർ 49. അതായത് 4 ആണ് നമുക്ക് വരുന്ന നമ്പർ. ഇറ്റ്സ് എ നമ്പർ ഓഫ് സ്റ്റെബിലിറ്റി. നിങ്ങളുടെ ഒരു ജോബ് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് അടുക്കാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ആൻഡ് ഇവിടെ നൗ ഇസ് ദ ലക്കി ടൈം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലക്ക് നിങ്ങളുടെ ഫേവറിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അത് റിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡുകളിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ പറ്റിയൊരു ടൈമാണ്. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ലൈഫാണ് ഇവിടെ, ഒരു ന്യൂ ഫ്രഷ് എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളതിപ്പോൾ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയമില്ലാതെ മുന്നോട്ടേക്ക് പോകണം, റിസ്ക് എടുക്കാൻ റെഡിയാണ്. കാര്യം ഇപ്പോൾ ഈ മജീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻ ആണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തും ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഫ്രൂട്ട്ഫുൾ എനർജിയാണ്, റിവാർഡ്സിന്റെ എനർജിയാണ്, പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആകുന്ന സമയമാണ്, അതിന് റിസൾട്ട്സും കിട്ടുന്ന ഒരു സമയമാണ്. അതായത്
നിങ്ങൾ ഒരു ഫെർട്ടൈൽ ഗ്രൗണ്ട് കണ്ടെത്തുന്നതിന്റെ ഒരു ആവശ്യമുള്ളൂ. നിങ്ങൾ ഒരു ഗ്രിപ്പ് നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമേ ഉള്ളൂ. ഒരു കൃത്യമായ പ്ലാൻ, ഒരു കൃത്യമായ ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു കരിയർ ആക്കാം എന്നുള്ളതും ആ കരിയറിൽ നിങ്ങൾക്ക് എങ്ങനെ സക്സസ് കൊണ്ടെത്തിക്കാം എന്നുള്ളതും ഒക്കെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കൊണ്ടുവച്ച് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് കാണിക്കുന്നത്. ട്രെമൻഡസ് പോസിബിലിറ്റി ആണ് നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു റാബിറ്റ് സ്പിരിറ്റ് പറയുന്ന ഈ ഒരു റാബിറ്റ് എനർജി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് മുന്നിൽ എന്താണ് എന്നൊന്നും അറിയില്ല, അത് അറിയുകയും വേണ്ട. പക്ഷെ നിങ്ങൾ റിസ്ക് എടുക്കും. വൾണറബിൾ ആവുക എന്നുണ്ടെങ്കിൽ വൾണറബിൾ ആവാൻ റെഡിയാണ്. അവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അതായത് ആ ഒരു ക്യൂരിയോസിറ്റിയും അതുപോലെ എന്താണ് മുന്നോട്ട് എന്ന് ഒരറിവും ഇല്ലാത്ത എനർജി. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർന്നാൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു വണ്ടർഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ട് പുതിയ തുടക്കങ്ങൾ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കരിയറിൽ ജോലിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലി ലഭിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിലേക്ക് ഒരു പുതിയ മെറ്റീരിയലിസ്റ്റിക്കൽ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ജോബ് ലഭിക്കുന്നതാകാം, പുതിയ ഫിനാൻഷ്യൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇതൊരു പുതിയ തുടക്കത്തിന്റെ ഒരു എനർജിയാണ്. ആൻഡ് വിത്തിൻ 4 months ടൈം പീരീഡ് നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ കരിയറിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്നുള്ളൊരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഉള്ള ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എഫേർട്സ് എടുക്കുക, ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളൊരു എനർജിയാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ്, ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 3 ബഫലോ സ്പിരിറ്റ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ്. കംപ്ലീറ്റ് കരിയർ അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് പറ്റിയ കരിയർ ഫീൽഡുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സക്സസ് കൊണ്ടുതരാൻ പോകുന്ന ഫീൽഡുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഏത് ഫീൽഡിലുമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ലഭിക്കുന്നത് ഏത് ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾക്ക് പേഴ്സണലായിട്ട് പ്രിസൈസ് ആയിട്ട് എക്സാക്ട്ലി നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 10th ഹൗസ് ലോഡ് എവിടെയാണ് നിൽക്കുന്നത്, 10th ഹൗസ് ഏതാണ്, ഏത് സൈനാണ്, അതുപോലെ ആസ്പെക്ട്സ് എന്താണ്, 10th ലോഡ് എവിടെയാണ് കൺജക്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ പ്ലാനറ്റ്സ് ആണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്, 10th ഹൗസിൽ ഏതൊക്കെ പ്ലാനറ്റ്സ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ പൊസിഷൻ ഓഫ് സൺ, നിങ്ങളുടെ സോഡിയാക് സൈൻ, ഇതൊക്കെ മാറ്റർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കരിയർ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ. അപ്പോൾ അത് പ്രിസൈസ് ആയിട്ട് അറിയാനായിട്ട് നമ്മൾക്ക് അത് ക്ലിയർ ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇത് നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് എടുക്കുന്നത്. ഇത് ഒരു 70-75% നിങ്ങൾക്ക് സ്റ്റിൽ റെസനേറ്റ് ആവുന്നതാണ്. നമുക്ക് നിങ്ങളുടെ കരിയർ ഫീൽഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് സക്സസ് കൊണ്ടുതരുന്ന കരിയർ ഫീൽഡ്സ് 9 ഓഫ് ഇമോഷൻസ്. ഓക്കെ, 2 കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് ഇമോഷൻസ് ആൻഡ് 6 ഓഫ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് എന്താണ്, എങ്ങനെ റിമൂവ് ചെയ്യാം. 5 ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് Ace of Inspiration, New Beginnings. ഓക്കെ, ബോട്ടം എനർജി ദ ഹെയർഫന്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, ഇവിടെ നിങ്ങളുടെ കരിയറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് ക്യാൻസർ, സ്കോർപിയോ, പൈസസ് ആൻഡ് ടോറസ്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ബർത്ത് സോഡിയാക്സ് ഒന്നും അല്ല നമ്മൾ പറയുന്നത്, നിങ്ങളുടെ കരിയറിൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന എനർജീസ് ആണ് നമ്മൾ പറയുന്നത്. ആ സോഡിയാക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് മൂൺ ആൻഡ് വീനസ് ആണ് നിങ്ങൾക്ക്
സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ വ്യക്തികൾക്കും അബ്രോഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അതുപോലെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, വളരെയധികം ലക്ഷറി നിങ്ങളുടെ ജോബ് വഴി, നിങ്ങളുടെ കരിയർ വഴി നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് പറ്റുന്ന ഒരു എനർജി. ഇവിടെ വാട്ടർ ആൻഡ് എർത്ത് സൈൻ ആണ്. ടോറസ് എന്ന് പറയുമ്പോൾ എർത്ത് സൈൻ ആണ്. എർത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അബണ്ടൻസിന്റെ ഒരു എനർജിയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വളരെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് പോലെ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു കരിയർ ഫീൽഡിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ നാച്ചുറലി ഒരു ഹീലിംഗ് നടക്കുകയാണ് നിങ്ങൾ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത് വഴി. അതല്ലെങ്കിൽ ഈ ഒരു കരിയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം നേടിത്തരുന്നുണ്ട്, നിങ്ങൾക്കൊരു സംതൃപ്തി നേടിത്തരുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള കരിയർ ചോയ്സുകളിലാണ് ഉള്ളത്. പക്ഷെ ഇവിടെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മൂഡ് സ്വിങ്സ്. നിങ്ങൾക്ക് പല സമയത്തും നിങ്ങൾ ഓൺ ആവുക ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഒരുപാട് ക്ലാരിറ്റി കുറവ്, കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളോട് തന്നെയാണ്. നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജീസിനെയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആസുരിക ശക്തികളോടാണ് നിങ്ങൾ പൊരുതി ജയിക്കേണ്ടത്. നിങ്ങൾക്കെല്ലാം ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നില്ല, മനസമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാം, നിങ്ങളുടെ മനസമാധാനം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റിയാൽ മതി എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് ഒരു ആത്മപരിശോധനയാണ് ശരിക്കും ഇവിടെ ആവശ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം ശരിക്കും കരിയർ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അവിടെ അല്ല, നിങ്ങളുടെ ലൈഫിൽ വേറെ പല ഏരിയാസിലുമുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റഡ് ആവുന്നതാണ്. അതല്ലാത്ത പക്ഷം ഇവിടെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ കരിയറിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഓഫീസ് ജോബ്സ്, അഡ്മിനിസ്ട്രേഷൻ ജോബ്സ്, അതുപോലെ ബാങ്കിങ്, ഫിനാൻസ്, അങ്ങനെയുള്ള ജോബ്, അതുപോലെ കൺസൾട്ടൻസി സർവീസസ്, ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ജോലികൾ, ഒരു വളരെ ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഇമാജിനേഷൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ മറ്റാർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ രീതിയിലും ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇമോഷൻസിനെ മനസ്സിലാക്കാൻ, ഫീലിങ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇവിടെ സൈക്കോളജി കൺസൾട്ടിങ്, ഇവിടെ സൈക്കോളജി, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫീൽഡുകൾ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള വിസ്ഡം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീച്ചിങ്, അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഒക്കെ, നിങ്ങൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള ഒരു മാനേജറിയൽ ലെവൽ പൊസിഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വെള്ളവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇൻഡസ്ട്രികൾ, അവിടെ വർക്ക് ചെയ്യുന്നത്. പെർഫ്യൂംസ് ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതാവാം. ഒരുപാട് ട്രാവൽ നിങ്ങളുടെ ജോബിന് ആവശ്യമായിട്ട് വന്നേക്കാം. വളരെ എക്സോട്ടിക് ആയിട്ടുള്ള കൺട്രീസിലേക്കൊക്കെ ഉള്ള ട്രാവൽ പോസിബിൾ ആണ്. ബീച്ച് സൈഡിലേക്കും ഒക്കെയുള്ള ട്രാവൽ നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഇവിടെ എനിക്ക് സ്വിസ് ഒക്കെ വരുന്നുണ്ട്, സ്വിസ്സിലേക്കൊക്കെ ഉള്ള ഒരു ട്രാവൽ, അതുപോലെ ഫ്രാൻസ്, ഇറ്റലി, അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ നിങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ട്രാവലിംഗ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ജോബായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ആ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളൊരു വെക്കേഷൻ പോലെയാണെങ്കിൽ ട്രാവലിംഗ് എടുക്കുന്ന വ്യക്തികളാണ്. വളരെയധികം ലക്ഷറിയിൽ ഇരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിന് ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബോട്ടം എനർജി ഇവിടെ നമുക്ക് ഹെയർഫന്റ് ആൻഡ് ചാരിയറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഹെയർഫന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സ്പിരിച്വൽ മൈൻഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഓൾറെഡി ഇമോഷൻസിനെ ഡീപ്പറായിട്ട്, ഫീലിങ്സിനെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തികളാണ്.
പക്ഷെ നിങ്ങൾ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ നടക്കും. ഇത് നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ലാത്ത ഒരു ക്ലാരിറ്റിയും ഇൻറ്റ്യൂഷൻ പവറും നേടിത്തരും. കാര്യങ്ങളെ നിങ്ങൾക്ക് വ്യക്തതയോട് കൂടിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് എന്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. ആ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ വലിയ ഹൈറ്റ്സിൽ എത്തിക്കും. ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺസെൻട്രേഷൻ ആവശ്യമാണ്, ഫോക്കസ് ആവശ്യമാണ്. മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. നിങ്ങൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന സമയത്ത്, നിങ്ങൾ വളരെ മൈൻഡ് ഔട്ട് ആവുന്ന സമയത്തൊക്കെ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ, ട്രാവലിങ്, അതൊക്കെ നിങ്ങളെ ആശ്രയിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് തിരികെ നിങ്ങൾ വരുന്നത് ഈ സെയിം സ്ഥലത്തേക്ക് തന്നെയല്ലേ. ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ആയിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചു വരുന്നത്. പക്ഷെ വരുന്നത് നിങ്ങൾ സെയിം സാഹചര്യത്തിൽ എവിടെയാണോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് അവിടേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. അവിടെ വീണ്ടും കുറച്ച് നാളിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും മൈൻഡ് ഔട്ട് ആവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾക്ക് പ്രോബ്ലം ഉള്ളത് ആ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഇന്റേണലി നിങ്ങൾ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യണം. ഔട്ട്വേർഡ് പ്രോബ്ലംസ് അല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ളത്. നിങ്ങളുടെ ഇന്റേണലി ആണ് നിങ്ങൾക്ക് ട്രബിൾസ് ഉള്ളത്. ആ ട്രബിൾസിനെയാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് പുതിയ തുടക്കമാണ് വരുന്നത്. ഏസ് ഓഫ് ഇൻസ്പിറേഷൻ, അതായത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയൊരു ഫ്രഷ് എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഐഡിയാസ് വളരെ ഫ്രഷ് ആണ്. മറ്റുള്ളവർക്ക് അസ്റ്റോണിഷിംഗ് ആയിട്ട് തോന്നുന്ന ഐഡിയാസ് ആണ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വിത്തിൻ ഒരു 9 months ടൈം പീരീഡ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് ലഭിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഇവിടെ നമുക്ക് ബഫല്ലോ സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ദ അബണ്ടന്റ് യൂണിവേഴ്സ് വിൽ പ്രൊവൈഡ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഏറ്റവും ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് നമ്പർ 3, ഗ്രാറ്റിറ്റ്യൂഡ്, അക്നോളജ്മെന്റ്. നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ അക്നോളജ്മെന്റ് കാണിക്കണം. നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നതിനെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങൾ എഴുതുന്നത് നല്ലതാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതുന്നത് വഴി നിങ്ങൾ കൂടുതൽ കൂടുതൽ ലക്കാണ് അട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്പർ 10, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡായി ഒരു സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്തൊരു ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബഫല്ലോ എന്ന് പറയുന്നത് ഒരു സിംബൽ ഓഫ് അബണ്ടൻസ് ആണ്. അഗെയിൻ ടോറസ് എനർജി ആണ്, മെറ്റീരിയൽ എനർജി ആണ്, എർത്ത് എനർജി ആണ്, അബണ്ടൻസ് ആണ്. ഈ ബഫല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഒരു നമ്മൾ ഫാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ആനിമൽ ആണ് അല്ലെ. ഉഴുത് മറിക്കാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആനിമൽ ആണ്. അതുപോലെ ഇതിന്റെ മീറ്റ്, ബോൺസ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആനിമൽ ആണ്. നമുക്ക് വേസ്റ്റ് എന്ന് പറയാൻ ഒന്നുമില്ല. അതാണ് ഈ ഒരു ആനിമൽ എനർജി പറയുന്നത്. അതുപോലെ നിങ്ങളുടെ കരിയറിലും ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടം എന്ന് പറയുന്ന ഒന്നില്ല. നിങ്ങൾക്ക് അബണ്ടൻസ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതിലേക്ക് ഫോക്കസ് കൊടുക്കുക എന്നുള്ളൊരു എനർജിയാണ്. അതായത് ദിസ് ഇസ് എ പവർഫുൾ ടൈം. ഒരു പവർഫുൾ ടൈമാണ് മാനിഫെസ്റ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യേണ്ട. അത് നാച്ചുറലി വരുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ആഗ്രഹിക്കുക, ഹാർഡ് വർക്ക് ഇടുക. അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ അത് നിങ്ങൾക്ക് ഇപ്പൊ അത് കരിയർ എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഫിനാൻസ് ആണെങ്കിലും, നിങ്ങൾക്ക് പുതിയ പുതിയ ഇൻസ്പിറേഷൻസ്, മോട്ടിവേഷൻസിനാണെങ്കിലും, നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ ഒരു പുതിയ എനർജി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാനും പോകുന്നുണ്ട്. ആദ്യം അപ്പൊ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, യു ആർ ഇനഫ്. നിങ്ങൾ ഇനഫ് ആണ്. നിങ്ങൾക്ക് എന്തോ തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി, പോരായ്മ, നിങ്ങളിൽ ഒരു കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല. യു ആർ ഇനഫ്. എവ്രി വൺ ഇസ് ഗുഡ് ഇനഫ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫോക്കസ് ഉണ്ടല്ലോ, തിങ്ക് ചെയ്യുന്നതിൽ, ഇല്ല എന്നുള്ളതിൽ നിന്നും
ഉണ്ട് എന്നുള്ളതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, കോൺഷ്യസ്ലി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. അതായത് പോവർട്ടിയിൽ നിന്നും കോൺഷ്യസ്നെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് നിങ്ങൾ എഴുതണം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങൾ എഴുതണം. അതുപോലെ ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ തോട്ട്സ് എന്നുള്ള ഒരു എനർജിയും കൂടെ വരുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ ഔട്ടർ കണ്ടീഷൻസ് എന്ത് തന്നെയാണെങ്കിലും അത് ടെമ്പററി ആണ്. അതാണ് ഇവിടെ 5 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ഇന്റേണൽ കണ്ടീഷൻ ആണ്, ഇന്റേണൽ മൈൻഡ് കണ്ടീഷൻസ് ആണ് നിങ്ങൾ മാറ്റേണ്ടത്. അതിന് നിങ്ങളെ ഹെയർഫൻഡ് എനർജി ഹെൽപ്പ് ചെയ്യും. അതായത് പോസിറ്റീവ് അഫർമേഷൻസ്, മെഡിറ്റേഷൻ, ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ അബണ്ടൻസ് എന്ന് പറയുന്നതാണ് ട്രൂ നേച്ചർ ഓഫ് ദ വേൾഡ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റി നിറയുന്ന സമയത്ത് അതിന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഉള്ളതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിൽ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ വിചാരിക്കുക. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി നിങ്ങൾക്ക് ഇനിയും ഇനിയും അബണ്ടൻസ് നേടിത്തരും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. സോ യെസ്, ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നത് വരെ all of you all take care. Bye.